ഓരോ ദിവസവും നമ്മൾ വാർത്താ ദിവസങ്ങൾ തുടങ്ങുമ്പോൾ ഏറ്റവും ആകാംക്ഷയോടെ ഇപ്പോൾ കാത്തിരിക്കുന്നത് VSന്റെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതിയുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു എന്ന് തന്നെയായിരുന്നു. പക്ഷേ ഇന്നലെ വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ മകൻ അരുൺകുമാറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നു. അത് നമുക്ക് ഏറെ ആശ്വാസം നൽകുന്നതായിരുന്നു. VSന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടായിരിക്കുന്നു എന്നതാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ്. ഹൃദയമിടിപ്പും ശ്വാസോച്ഛ്വാസവും സാധാരണ നിലയിലേക്ക് എത്തുന്നതായി അരുൺകുമാർ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഡയാലിസിസ് തുടരുകയാണ്. പൂർത്തിയാകുമ്പോൾ വൃക്കകളുടെ പ്രവർത്തനത്തിൽ പുരോഗതി ഉണ്ടാകുമെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ. അദ്ദേഹം എത്രയും വേഗം പൂർണ്ണ ആരോഗ്യവാനായി നമ്മുടെ ഇടയിലേക്ക് തിരികെ വരട്ടെ എന്ന് ഏറ്റവും ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ കമലേഷിലേക്ക് പോകുന്നു. കമലേഷ്, VSന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. കമലേഷ്, ഗുഡ് മോർണിംഗ്. VSന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഹൃദയമിടിപ്പ്, ശ്വാസം എടുക്കുന്നതൊക്കെ സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ അരുൺകുമാർ അറിയിച്ചിരിക്കുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരം? വെരി ഗുഡ് മോർണിംഗ് മനു. ഏറ്റവും സന്തോഷകരമായ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ SUT ആശുപത്രിയിൽ നിന്നും വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. VSന്റെ ആരോഗ്യനിലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അത് മാറ്റമില്ലാതെ, അതായത് വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ഇന്നലെ വൈകിട്ടോടു കൂടിയുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് VSന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ട് എന്നുള്ളതാണ്. അത് VSന്റെ മകൻ VA അരുൺകുമാർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ അത് പങ്കുവെക്കുകയും ചെയ്തു. വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കുടുംബവും കേരളവും ആ വാർത്തയെ കാണുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിലിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയമിടിപ്പും ശ്വാസോച്ഛ്വാസവും പഴയ നിലയിലേക്ക് തിരിച്ചു വരികയാണ് എന്നുള്ളതാണ്. വെന്റിലേറ്ററിൻ്റെ സഹായമില്ലാതെ തന്നെ അദ്ദേഹത്തിന് ശ്വാസമെടുക്കാനും ഒക്കെ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് മകൻ വ്യക്തമാക്കുന്നത്. അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഈ 102ാമത്തെ വയസ്സിലും അദ്ദേഹം പോരാടുകയാണ്, മരണത്തോട് പോരാടുകയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആ നിലയിൽ അദ്ദേഹം അതിജീവിക്കും, മരണത്തെ പരാജയപ്പെടുത്തി തിരിച്ചു വരും എന്ന പ്രതീക്ഷ തന്നെയാണ് കുടുംബത്തിനും കേരളത്തിനാകെയും ഉള്ളത് എന്നുള്ളത് വളരെ പോസിറ്റീവായി നമുക്ക് ഈ രാവിലെ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന വാർത്തയാണ്. ഏതായാലും നിലവിലിപ്പോൾ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ തന്നെയാണ് VSന്റെ ചികിത്സയൊക്കെ പുരോഗമിക്കുന്നത്. എങ്കിൽ പോലും ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നേരിയ പുരോഗതി VSന്റെ ആരോഗ്യനിലയിലുണ്ട് എന്നുള്ളത്. കഴിഞ്ഞ 23-ാം തീയതിയാണ് അദ്ദേഹത്തെ ചെറിയ തോതിലുള്ളൊരു ശ്വാസ തടസ്സത്തെ തുടർന്ന് SUT ആശുപത്രിയിൽ, പട്ടത്തെ SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. അതിനുശേഷം അല്പം ഗുരുതരമായ അല്ലെങ്കിൽ ആ നിലയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മുന്നോട്ട് പോയിട്ടുള്ളത്. അവിടെ നിന്നും മാറി ആദ്യമായാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി എന്ന ഒരു വാർത്ത നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാൻ കഴിയുന്നത് എന്നുള്ളതും വളരെ സന്തോഷകരമായ കാര്യമാണ്. വളരെ പെട്ടെന്ന് VS തിരിച്ചു വരും എന്ന പ്രതീക്ഷയിലാണ് നാടാകെയുള്ളത്. മനു, തീർച്ചയായും ആ പ്രതീക്ഷ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. നമുക്കറിയാമല്ലോ, എത്രയോ പ്രതിസന്ധികളോട് പോരാടിയ മനുഷ്യനാണ്, നേതാവാണ്. തിരിച്ചു വരുമെന്നേ, നമ്മുടെ VS അല്ലേ, തിരിച്ചെത്തും, ഏറ്റവും ആരോഗ്യത്തോടെ തിരിച്ചെത്തും. ആ നിമിഷത്തിന് വേണ്ടിയിട്ട്, ആ പോസിറ്റീവ് വാർത്ത പറയുന്ന നിമിഷത്തിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. വരും ദിവസങ്ങളിൽ തന്നെ ആ പോസിറ്റീവ് വാർത്ത നമ്മുടെ മുൻപിലേക്ക് എത്തട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ VS ആണ്, തിരികെ എത്തുക തന്നെ ചെയ്യും.